ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, 3 ചെറുപ്പക്കാർ ജോലി ചെയ്യാൻ വേണ്ടി വരികയാണ്. അവരെ കണ്ടപ്പോൾ അവിടെ നിന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമാകുന്നില്ല. അവർക്കപ്പോഴേ ചാപ്പ കുത്തുകയാണ് ഇവർ കഞ്ചാവ് കച്ചവടക്കാരാണെന്ന്. ഇനി ഒരുപക്ഷെ അവർക്ക് അത്തരമൊരു സംശയമുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് അവർക്ക് കൈമാറാം. പകരം ചെയ്തത് എന്താണ്? അവരെ റോഡിൽ മുട്ടുകുത്തി നിർത്തുകയാണ്. അതിനുശേഷം മുറിയിൽ കയറ്റി വസ്ത്രം ഒരിഞ്ഞ് കളഞ്ഞ് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു, തല മുണ്ടനം ചെയ്യുന്നു. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ നാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ 3 നിർധനരായ വളരെ സാധാരണപ്പെട്ട മനുഷ്യർ, അതുകൊണ്ടാണല്ലോ ഈ സോഡ ഫാക്ടറിയിൽ ജോലി അന്വേഷിച്ച് അവർ വരുന്നത്, അവിടെ വെച്ച് അവർക്ക് ഈ തരത്തിലുള്ള പീഡനം ഏൽക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 6 കോൺഗ്രസ്സുകാരാണ്. എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് ഉമേഷ്? ഷമ്മി, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലൊരു സംഭവമാണ് ഈ ബുധനാഴ്ച പെരുമ്പാവൂർ കണ്ടന്തറയിൽ ഉണ്ടായത് എന്നാണ്. ഈ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ബുധനാഴ്ചയാണ് ഇവർ ഈ സോഡ കമ്പനിയിൽ ജോലി അന്വേഷിച്ച് ഈ 3 യുവാക്കൾ അവിടെ എത്തുന്നത്. അവിടെ ഒഴിവുണ്ട് എന്നറിഞ്ഞ് അവിടെ എത്തിയതായിരുന്നു. അവിടുത്തെ സൂപ്പർവൈസറെ അടക്കം കാണാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ബൈക്കിലെത്തിയ യുവാക്കളെ ഒരു സംഘം ആളുകൾ വളഞ്ഞു ചേർന്ന് ആ ബൈക്ക് തടുത്തു നിർത്തുന്നു. അപ്പോൾ തന്നെ ആ ബൈക്കിൽ നിന്ന് താക്കോൽ ഊരിയെടുക്കുന്നു. തുടർന്ന് നേരെ ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ കഞ്ചാവ് വിൽക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് നേരിട്ടങ്ങ് ചോദിക്കുകയാണെന്നുള്ളതാണ്. അത് ചോദിച്ചതിന് പിന്നാലെയാണ് ഇവരെ അവിടെ നിന്ന് മാറ്റി ആ സൂപ്പർവൈസറുടെ മുറിയിൽ ഇവരെ കൊണ്ടുപോവുകയാണ്. ആ സൂപ്പർവൈസറുടെ മുറിയിൽ അടച്ചിട്ട് അവിടെ മുട്ടുകുത്തിയിരുത്തി അതിനുശേഷം ഇതര സംസ്ഥാനക്കാരനായ ഒരു ബാർബറെ വിളിച്ചു വരുത്തിയാണ് ഇവരുടെയൊക്കെ തല മുണ്ടനം ചെയ്യുന്നത്. അതിനുശേഷം അവരെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പിന്നീട് മർദ്ദിച്ചു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ജോലി അന്വേഷിച്ച് വന്നതാണ് എന്ന് പറഞ്ഞിട്ടും അവർ അത് കേൾക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ അതിലേറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ മർദ്ദനത്തിനൊക്കെ നേതൃത്വം നൽകിയത് കോൺഗ്രസുകാരാണ് എന്നുള്ളതാണ്. അത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇന്നലെ 6 പേരെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ കണ്ടന്തറ കാരോത്തുകുടി KA ഷെരീഫ്, കണ്ടന്തറ സ്വദേശിയായ സാജിത്ത്, മാഹിൻകുട്ടി, PV ഷമീർ, റഫീഖ്, KA അൻവർ, ഇവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിലൊരു പ്രത്യേകത, ഈ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് കൂടിയാണ് ഈ ഷെരീഫ് എന്നുള്ളതാണ്. സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസുകാരിയായ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് കൂടിയാണ് ഷെരീഫ്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഇതിനു മുൻപ് ഒരു ദിവസം ഈ ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് ഇതുപോലെ തന്നെ ഒരു ഇതര സംസ്ഥാനക്കാരനെ അയാൾ കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്ന് ആരോപിച്ച് ആക്രമിച്ചൊരു സംഭവം ഉണ്ടായി. ആ കേസിൽ ഈ ഷെരീഫ് അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം ഇവർക്കുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ പ്രചരണാർത്ഥം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ഏതാനും ദിവസം മുമ്പ് പെരുമ്പാവൂരിലെത്തുകയുണ്ടായി. അവിടെ ഇതര സംസ്ഥാനക്കാരുമായൊക്കെ സംസാരിച്ചു. ഇതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇവരെല്ലാം പങ്കെടുത്തു എന്നുള്ളതാണ്. കാരണം ഇവർ ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായ തൂഫാൻ വാരിയേഴ്സ് ആണ്. ഇതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 6 പേരിൽ 4 പേർ തൂഫാൻ വാരിയേഴ്സ് ആണ് എന്നുള്ളതാണ്. ഷെരീഫ്, സാജിത്ത്, ഷമീർ, റഫീഖ്, ഈ 4 പേരും രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ രമേശ് ചെന്നിത്തല അന്ന് മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ജനകീയ പദ്ധതിയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ജനകീയമായ ഇടപെടലിലൂടെയാണ് ഇത് കാര്യക്ഷമമായി നടപ്പാക്കാൻ പോകുന്നത് എന്നൊക്കെ അന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. അതൊരുപക്ഷെ ഇവർക്ക് പ്രേരണയായിട്ടുണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്തരം പ്രസ്താവനകൾ ഒരുപക്ഷെ ഇങ്ങനെ വരുന്നവരെയൊക്കെ സംശയിച്ച് ഇവരെ ഇങ്ങനെ കഞ്ചാവ് വിൽപ്പനക്കാരായി ആരോപിച്ച് അവർ തന്നെ നിയമം കയ്യിലെടുത്ത് നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണ്. അതിന് കോൺഗ്രസുകാരെ തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ്. ഈ അറസ്റ്റിലായ 6 പേരും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്. ഇവരെ ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പോലീസ് അവരുടെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട്. ഉമേഷ്, ഇപ്പോൾ ഈ കേസിൽ ഈ പീഡനത്തിന് ഇരയായ അൽത്താഫിനെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ
ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ 6 പേർക്കും ജാമ്യം കിട്ടി അവർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നില്ല. അതായത് ഈ അറസ്റ്റിലായ ആൾക്കാർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു എന്ന് വേണം ഒരുപക്ഷെ മനസ്സിലാക്കാൻ. അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലല്ലോ. അത് അവർ സംശയിച്ചിരുന്നതാണ് ഷമി. ഇത് എന്തുകൊണ്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ വൈകുന്നു, അവർക്ക് ജാമ്യം നൽകാനുള്ള പരിപാടിയാണോ എന്നിവരെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ അത് സംഭവിച്ചിരിക്കാം എന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. ഏതായാലും അതിന് അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താം. കാരണം ഇവരെല്ലാം സജീവ പ്രവർത്തകരാണ്. കോൺഗ്രസിന്റെ തന്നെ നേതാവായ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. ആ സാഹചര്യത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇവർ ഇങ്ങനൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത സംഭവത്തിനാണ് പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാരെ, നിരപരാധികളായ ചെറുപ്പക്കാരെയാണ് ഇത്തരത്തിൽ അവർ അപമാനിതരാക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിയോ എന്നുള്ള കാര്യം സംശയം വരികയാണ്. കാരണം അർഹമായ ശിക്ഷാ നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഈ ഘട്ടത്തിൽ അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇന്ന് പെരുമ്പാവൂരിൽ പോലീസ് ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ അറിവോടെ തന്നെ അവിടെയുള്ളവരെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യം. കാരണം ഇന്നലെ ഉണ്ടായ സംഭവം ഇനി ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഭയം പോലീസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ വിളിച്ച് ബോധവൽക്കരിക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഷമ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 6 പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി 6 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഉപാധികൾ വെക്കാറുണ്ട്. ഈ പോലീസ് അന്വേഷണവുമായി സഹകരിക്കണം, ആഴ്ചയിലൊരിക്കൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്നതുപോലെയുള്ള ഉപാധികൾ ഉണ്ട്. മുഴുവൻ പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത ശേഷം ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ ഒരുപക്ഷെ കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്കൊന്നും കടക്കാതെ നേരിട്ട് അവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കാനായി ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന ആ സമയം പോലീസ് വൈകിച്ചു എന്നൊരാക്ഷേപം ഉണ്ട്. സ്വാഭാവികമായും പോലീസിന് 24 മണിക്കൂർ സമയമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ വാദമുഖങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭ്യമാവുകയും അങ്ങനെ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗമടക്കം ഈ വാദിഭാഗമടക്കം ആക്ഷേപമായി ഉന്നയിക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും 6 പേർക്ക്, ഈ പ്രതികളായ 6 പേർ, അവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ്. ഈ തൂഫാൻ വാരിയേഴ്സ് ആയി അറിയപ്പെടുന്ന 4 പേർ അക്കൂട്ടത്തിൽ ഉണ്ട്. കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ്, അദ്ദേഹം കോൺഗ്രസ് നേതാവ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും 6 പേർക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും എത്ര ലാഘവത്തോടു കൂടിയാണ് പോലീസ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളാണ്. അവർ എന്ത് ഗുണ്ടായിസം കാണിച്ചാലും അവർക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 3 ചെറുപ്പക്കാരെ റോഡിൽ മുട്ടുകുത്തി ഇരുത്തി അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു വാങ്ങി അവരുടെ ഫോൺ പിടിച്ചു മേടിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് അവരെ തലമുണ്ടനം ചെയ്ത പ്രതികൾക്ക് ഇന്ന് തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കേരള പോലീസിന്റെ വളരെ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രതികളെല്ലാം കോൺഗ്രസ്സുകാരാണ്.